നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്രമായ വിശകലനം ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ ഗവർണറുടെ സുരക്ഷ കൂട്ടി. ഗവർണർക്ക് Z+ CRPF സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രധാനമന്ത്രിയുമായും ഉപരാഷ്ട്രപതിയുമായും ഗവർണർ ചർച്ച നടത്തി. സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗവർണർക്ക് ഉറപ്പു നൽകി. നേരത്തെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് ഗവർണർ നടുറോഡിൽ കസേരയിട്ട് 2 മണിക്കൂറോളമാണ് പ്രതിഷേധിച്ചത്. കരിങ്കൊടി കാട്ടിയ പ്രവർത്തകർക്കെതിരെ കേസെടുത്തെന്ന് ഉറപ്പിച്ചുള്ള FIR കണ്ട ശേഷമാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. 17 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. No, because they are your boss. They can treat me in any manner they like. I will not go from here. You were here. Action need to be not go. I will let Delhi know that you are organizing an attack on me. Come now, Delhi, put me now. പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയെന്ന് ഗവർണർ ആരോപിച്ചു. It is the chief minister of the state who is promoting lawlessness in the state. It is he who is giving directions to the police to give protection to these lawbreakers, who are, many of them are those against whom number of criminal cases are pending in the courts, including the president of the organization. I believe more than 40 cases are pending. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFIയും വ്യക്തമാക്കി. സമരക്കാരെ പ്രകോപിപ്പിച്ച് അക്രമങ്ങൾ ഉണ്ടാക്കുകയാണ് ഗവർണറുടെ ഉദ്ദേശമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM.R. ഷോ വിമർശിച്ചു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, തികച്ചും അസാധാരണവും അപൂർവവും ആയ ഒരു സംഭവ വികാസം രാവിലെ നടന്നു. 2 മണിക്കൂർ നീണ്ട ഗവർണറുടെ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. CRPF സുരക്ഷ, ഏത് തരത്തിലുള്ള സുരക്ഷയായിരിക്കും ഇനി ഗവർണർക്കുണ്ടാവുക? ഗവർണർക്ക് CRPF സുരക്ഷ, Z+ CRPF സുരക്ഷ നൽകാനാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നീണ്ട പ്രതിഷേധം, 2 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഗവർണർ പ്രധാനമന്ത്രിയുമായും ഉപരാഷ്ട്രപതിയുമായും ഒക്കെ സംസാരിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് ഗവർണർ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്? അത് ഏത് രീതിയിലാണ് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കണ്ടിരിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു റിപ്പോർട്ടും തേടിയിട്ടുണ്ടല്ലോ. വിവരങ്ങൾ അറിഞ്ഞ പ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗവർണറുമായിട്ട് സംസാരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഗവർണർമാരുടെ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആഭ്യന്തര മന്ത്രാലയം വഴിയാണ്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് ആഭ്യന്തര മന്ത്രാലയത്തെ പറയാം. അതുകൊണ്ട് ആ വകുപ്പിൻ്റെ തലവൻ എന്ന രീതിയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗവർണറുമായിട്ട് സംസാരിച്ചത്. ഗവർണർക്ക് അമിത്ഷാ നൽകിയിരിക്കുന്ന ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ സാഹചര്യം വളരെ കൃത്യമായിട്ട് വിലയിരുത്തും എന്നുള്ളതാണ്. FIRന്റെ അടക്കമുള്ള കോപ്പികൾ ഈ ആഭ്യന്തര മന്ത്രാലയം സമാഹരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഗവർണർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി സംസ്ഥാനത്ത് 2 തരം നീതിയാണ് പോലീസ് നടപ്പാക്കുന്നത് എന്നാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് മുതിർന്നാൾ അവരെ അടിച്ചൊതുക്കുന്ന സമീപനം പോലീസ് സ്വീകരിക്കുന്നു. താൻ പോകുന്ന സമയങ്ങളിൽ ബോധപൂർവമായിട്ട് പോലീസ് പ്രശ്നക്കാരിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണും. ഈ ഗവർണർ വന്ന് നിയമസഭയെ അവഹേളിച്ചു. മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ വളരെ കടന്നാക്രമിച്ചുകൊണ്ട് ഗവർണർ സംസാരിച്ചു. ഒരക്ഷരം മുഖ്യമന്ത്രി സംസാരിച്ചില്ല. മുഖ്യമന്ത്രിക്ക് ഗവർണർക്കെതിരായി സംസാരിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സംസാരിക്കാനും ഭയമാണ്. കേന്ദ്ര ഏജൻസികളെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജീവിക്കുന്നത്.
എന്നിട്ട് നാട്ടുകാരെ കബളിപ്പിക്കാൻ ഞങ്ങളിത് കേന്ദ്രത്തിനെതിരായിട്ട് നടക്കുന്ന സമരമാണ് എന്ന് കാണിക്കാനാണ് ഈ SFI കുട്ടികളെ വിട്ടുകൊണ്ട് ഈ സമരം കാണിക്കുന്നത്. ഇതാണ് നാടകമാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെ പോയിട്ടില്ല ഒരു കാര്യത്തിലും. ഇവരാണ് ഗവർണറുമായി സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി നിയമവിരുദ്ധമായ കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ നടത്തിയ നിയമവിരുദ്ധമായ മുഴുവൻ ഏർപ്പാടുകളും ഗവർണറും ഇവരും ചേർന്ന് നടത്തിയ നിയമവിരുദ്ധ നടപടികളാണ്. അതാണിപ്പോൾ UGC നിയമങ്ങളെ കാറ്റിൽ പറത്തി, നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തി, സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കാറ്റിൽ പറത്തി ഇവർ എല്ലാം ഉണ്ടാക്കി. ഇവർ സന്ധി ചെയ്യുമ്പോഴാണ്, ഇവർ ഒരുമിച്ച് ചേർന്നപ്പോഴാണ്, ഇവർ രണ്ടു കൂട്ടരും ചേർന്നാണ് നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ കാലത്തും ഇവരെ രണ്ട് കൂട്ടരെ എതിർത്തിട്ടുണ്ട്. ഇതിപ്പോൾ താൽക്കാലികമായി കാണിക്കുന്നതാണ്. ഗവൺമെൻറ് എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത് അപ്പോഴെല്ലാം ഈ ഗവർണർ വേഴ്സസ് ഗവൺമെൻറ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ എന്തു പോരാ ഇത് തമാശയാണ്. ഇത് ആളുകൾ ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട്. മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല. LP സ്കൂളിലെ കുട്ടികളല്ലേ, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ രണ്ടുപേരും. കണ്ടാൽ മിണ്ടില്ല, ഒരാൾ തിരിഞ്ഞു നിൽക്കും, ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം തുറന്നു പറയണം. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ് സമരം ചെയ്യണം. സമരം മാറ്റി പൊതുസമ്മേളനം നടത്തുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിനാണ്. പ്രതിപക്ഷം എടുത്ത നിലപാട്, തുടക്കം മുതൽ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ശരിയാണെന്ന് അടിവരയിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. കുറേ പേർക്ക് ഞങ്ങൾ ഗവർണറുടെ കൂടെ കൂടാത്തതിൽ വിഷമമായിരുന്നു. കുറേ പേർക്ക് കേന്ദ്രവിരുദ്ധ നിലപാടെടുത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ കൂടാത്തതിന് വിഷമമായിരുന്നു. ഞങ്ങൾ അന്നും എടുത്ത നിലപാട് ഞങ്ങൾ ആലോചിച്ചെടുത്ത് രണ്ട് കൂട്ടരുടെയും കൂടെ കൂടാൻ കൊള്ളില്ല. ഇവിടെ രണ്ട് കൂട്ടരും കൂടി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടുന്ന സമയമാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായാലും ജനങ്ങൾക്ക് വ്യക്തമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മുൻപ് പറഞ്ഞ ഗവർണറുടെ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ തുടരുകയാണ്. ആർക്കെ ഇടയിൽ ഇടപെട്ടതിന് ക്ഷമിക്കണം. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. തുടരാം. ക്രിസ്റ്റീന, ഈ ഗവർണറുടെ ഓഫീസ് ഓഫ് ഗവർണറിൻ്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റി അത് ആഭ്യന്തര മന്ത്രാലയമാണ്. ആ രീതിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം നടത്തിയത്. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ പക്കൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തേടും എന്നുള്ളതാണ്. ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന പരാതി രണ്ട് തരം നീതിയാണ് പോലീസ് പിന്തുടരുന്നത് എന്നതാണ്. മുഖ്യമന്ത്രിക്ക് എതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന സമീപനമല്ല ഗവർണർക്കെതിരെ, പകരം ഈ പ്രതിഷേധം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നതാണ് ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുക. ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഇതിനകം തന്നെ Z+ കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഒരുക്കാനായിട്ട് ഉള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. നിലവിലുള്ള ഒരു അവസ്ഥയിൽ നേരത്തെ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് ബംഗാളിലാണ്. ബംഗാളിലെ ഗവർണർക്കും രാജ്ഭവനും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം, ഗവർണറെ നിരീക്ഷിക്കുന്നു എന്ന പരാതി ബംഗാൾ രാജ്ഭവൻ ഉയർത്തിയ സാഹചര്യത്തിൽ അവിടെ നൽകിയിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന രാജ്ഭവനും ഇതേ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രിയും ഒപ്പം ഉപരാഷ്ട്രപതിയും ഗവർണറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ വസ്തുതാ ശേഖരണം നടത്തിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യും എന്ന ഒരു നിർദ്ദേശമാണ് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും, ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ്. ഇനി ഷഫീദ് റാവുത്തർ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ Z+ കാറ്റഗറി CRPF സുരക്ഷ നൽകാനായുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ഏത് തരത്തിലുള്ള സുരക്ഷയായിരിക്കും ഗവർണർക്ക് ഇനി മുതൽ നൽകുക?
ക്രിസ്ത്യന സംസ്ഥാനത്തെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ വളരെ രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ള ഒരു തീരുമാനമാണ് അല്പസമയം മുൻപ് രാജ്ഭവൻ തന്നെ ഔദ്യോഗികമായി അറിയിച്ചത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നടന്ന SFI പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം ഗവർണർ തന്നെ പ്രതികരിച്ചത് സംസ്ഥാനത്ത് തനിക്കുള്ള സുരക്ഷയെ സംബന്ധിച്ച സംശയങ്ങളുണ്ട്, അക്കാര്യത്തിൽ ചില ആശങ്കകൾ ഉടൻ അറിയിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ തന്നെ പ്രതികരണമായും അതല്ലാതെയും ഒക്കെ അറിയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ടിലടക്കം ഗവർണർക്കും രാജ്ഭവനും വലിയ അതൃപ്തിയുണ്ട്. ഇന്ന് കൊല്ലത്ത് നടന്ന സംഭവ വികാസങ്ങൾക്ക് ഒരു ദേശീയ ശ്രദ്ധ കിട്ടിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ വിഷയമുണ്ടായി, കൊല്ലത്തെ പ്രതിഷേധമുണ്ടായി, ഗവർണർ റോഡിലിരുന്ന് പ്രതിഷേധം തുടങ്ങിയ ശേഷം വിളിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുമായും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടടക്കം അദ്ദേഹം ആശയവിനിമയം നടത്തി. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് CRPF ഇസർ പ്ലസ് സുരക്ഷ, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ സുരക്ഷ, കേന്ദ്ര സംഘത്തിന്റെ സുരക്ഷ ഒരുക്കാൻ നിലവിൽ തീരുമാനിച്ചത്. അത് കേരള രാജ്ഭവനെ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇസർ പ്ലസ് സുരക്ഷയുള്ളത്. അതിനപ്പുറത്തേക്ക് ഗവർണർക്ക് കേന്ദ്ര സംഘത്തിന്റെ ഇസർ പ്ലസ് സുരക്ഷയുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അത് സ്വാഭാവികമായും അത് ഗവർണർ സംസ്ഥാന സർക്കാരിന് നൽകുന്ന ഒരു മെസ്സേജ് കൂടിയാണ്. അതായത് തനിക്ക് സംസ്ഥാനത്തുള്ള യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത്തരം ചില കാര്യങ്ങൾ തനിക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ആ സുരക്ഷാ ആശങ്ക രാജ്ഭവനുണ്ട്. രാജ്ഭവൻ നേരത്തെ തന്നെ ഒരിക്കൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചതാണ്. വീണ്ടും സമാനമായ രീതിയിൽ ഗവർണർക്ക് അങ്ങനെ ഒരു അഭിപ്രായവും അത് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധവും ഒക്കെ ആയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അടിയന്തരമായി കടന്നിട്ടുള്ളത്. ഏതായാലും നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ അല്പസമയത്തിനുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ആ പരിപാടിക്ക് പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാറി പോലീസ് ഒരുക്കുന്ന സുരക്ഷയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കൊല്ലത്തെ സംഭവത്തിൽ ഗവർണർ ആദ്യം കുറ്റപ്പെടുത്തിയത് പോലീസിനെയാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ട്, 17ലധികം ആളുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് അത് നേരത്തെ അറിഞ്ഞില്ല, പോലീസ് എന്തുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടില്ല, അവരെ മാറ്റാനുള്ള നീക്കം നടത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ഗവർണർ ഉന്നയിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് ഇന്ന് 2 പൊതുപരിപാടികൾ ഗവർണർക്കുണ്ട്. ഒന്ന്, തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ 3 മണിക്ക് നിശ്ചയിച്ചിരുന്ന RTIയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ 5 മണിക്ക് മാസ്കറ്റ് ഹോട്ടലിൽ ഗവർണർക്ക് ഒരു പരിപാടിയുണ്ട്. 8 മണിയോടുകൂടി ഗവർണർ മടങ്ങും, തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തിൽ മടങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇനിയൊരു പ്രതിഷേധം ഉണ്ടായാൽ സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിനും പോലീസിനും ഉണ്ടാക്കുന്ന തലവേദന ചെറുതാകില്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്ന റോഡിലടക്കം വലിയ തരത്തിലുള്ള സുരക്ഷ പോലീസ് ഒരുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തിയാണ് റോഡിൽ സുരക്ഷ ഒരുക്കുന്നത്. പൂർണ്ണമായും വാഹനം തടഞ്ഞുകൊണ്ടടക്കമുള്ള ചില നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. നിലവിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ CRPF സുരക്ഷ അത് ഗവർണർക്ക് ഒരുക്കിയത്, അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്തൊരു സാഹചര്യത്തിൽ എപ്പോൾ CRPF ഉദ്യോഗസ്ഥർ വരും എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയണം. രാജ്ഭവന്റെ അടക്കം സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലെ അടക്കം CRPFന്റെ സെക്യൂരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ, അതിൽ ഏറ്റവും പ്രധാനം, അതിനകത്തൊരു രാഷ്ട്രീയ മറുപടി കൂടി ഗവർണർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അത് ഈ അക്രമങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ പരോക്ഷമായി വിമർശിച്ച ഗവർണർ പ്രസംഗിക്കുന്നത് നമ്മൾ ഇന്നലത്തെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെയാണ് കൊല്ലത്ത് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഗവർണറെ ചൊടിപ്പിക്കാൻ കാരണങ്ങൾ നിരവധിയാണ്. അതിലൊന്ന്, അറ്റ് നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്ന് നടക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് തൈക്കാടിലേക്കുള്ള പ്രധാന റോഡാണ്, തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്കുള്ള പ്രധാന റോഡാണ്. അവിടെ പൂർണ്ണമായും ഇടവഴിയിലടക്കം പോലീസ് വാഹനങ്ങൾ കയറ്റിയിട്ടും അതേപോലെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടും ഗവർണർക്കെതിരെയുള്ള SFI പ്രതിഷേധത്തെ തടയുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. കാരണം തലസ്ഥാനത്ത് കൂടി ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായാൽ സ്വാഭാവികമായും നിലവിലിപ്പോൾ പ്രധാനമന്ത്രിയുടെ മുൻപിലേക്കടക്കം ഈ വിഷയമെത്തി, ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയമെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അക്കാര്യത്തിൽ ഇടപെട്ട് CRPFന്റെ സുരക്ഷ ഒരുക്കുന്നു. എന്നിട്ടും സംസ്ഥാനത്ത് ഗവർണർക്കെതിരെ അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ മുൻകൂട്ടി കണ്ടിരിക്കാം. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണർ സർക്കാർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന വഴിയെ ഉള്ള പ്രധാനപ്പെട്ട റോഡിന്റെ വശത്തുള്ള ഒരു ഇട റോഡാണ്. അവിടെയാണ് പോലീസിന്റെ ജീപ്പ് കയറ്റിയിട്ട് SFI പ്രവർത്തകർ അതുവഴി വന്നാൽ അതിനെ തടയുക എന്നുള്ള കാര്യമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ ഈ കേന്ദ്ര ഏജൻസിയുടെ അടക്കം അല്ലെങ്കിൽ കേന്ദ്ര സംഘത്തിന്റെ അടക്കം ഇടപെടൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടിയായിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് മതിയായ സുരക്ഷ
ഒരുക്കാൻ കഴിയാത്തത് കാരണമാണോ CRPFന്റെ സുരക്ഷ എന്നടക്കമുള്ള രാഷ്ട്രീയ ചോദ്യം സ്വാഭാവികമായും അത് സ്ഥിരീകരിച്ച് തന്നെ അത് സ്റ്റേറ്റ് ചെയ്ത് തന്നെ BJP ചോദിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സാഹചര്യത്തിൽ കൂടി ഇനി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രതികരണം ഏത് വിധത്തിലായിരിക്കും? നമുക്കറിയാം, ഈ നയപ്രഖ്യാപന പ്രസംഗം കഴിയുന്നു, അവിടെ ഒരു വിവാദം ഉണ്ടാകുന്നു, പ്രസംഗം അവസാന ഭാഗം മാത്രം വായിച്ചൊഴിവാക്കുന്നു. അതിനുശേഷം LDF ഇക്കാര്യത്തിൽ തീരുമാനിച്ചത് ഗവർണറോട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിലപാട് കടുപ്പിക്കേണ്ട, പരസ്യമായ ഒരു എതിർപ്പ് വേണ്ട, ആക്രമിക്കേണ്ട എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് തൊട്ടടുത്ത ദിവസം നമുക്ക് പോലീസ് ചില ആക്ഷനുകൾ, ഈ തൈക്കാട് ഭാഗത്ത് പോലീസ് ചില ആക്ഷനുകളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. അതായത് കമ്മീഷണർ അടക്കം, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള കൂടുതൽ ആളുകൾ ഈ സംഭവം ഇവിടേക്ക് എത്തി, തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ പരിസരത്തേക്ക് എത്തി ഈ റോഡുകളിൽ സുരക്ഷ ഒരുക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകരായിട്ടുള്ള ആളുകളെ അടക്കം പോലീസ് മാറ്റുന്നുണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് അത് തന്നെയാണ്. അതായത് നിലവിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകരുത് എന്നുള്ള ഒരു വാശി, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ സാധിക്കും. പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ആ വലിയ രീതിയിലാണ് ഇവിടെ ഗവർണർ പറഞ്ഞ അതിന് തൊട്ട് മുമ്പ് നാടിനകത്തുള്ള നാട്ടുകാരെ മൊത്തം മാറ്റിക്കൊണ്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഞങ്ങൾ അദ്ദേഹം 2 മണിക്കൂർ അവിടെ ഇരുന്നില്ല. ഇവിടെ തിരുവനന്തപുരത്ത് എത്താൻ നേരത്ത് കുറച്ച് സംഭാരം കൊടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഇരുന്നത്. സംഭാരം കണ്ടില്ലേ നിങ്ങൾ? മിൽമേര നല്ല പ്രോഡക്റ്റാണ്, കേരള സർക്കാരിൻ്റെ തന്നെ മിൽമേര നല്ല പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഗവർണർ വലിയ രീതിയിൽ ക്ഷീണിച്ചല്ലിരിക്കണം. അപ്പോൾ ഗവർണർ പ്രതിഷേധമാണ് എവിടെ പ്രതിഷേധം ഇനി ഒരു തരത്തിലുമില്ല. പ്രതിഷേധം സംഭാരം കൊടുത്ത് പ്രതിഷേധിക്കും. പോലീസ് എന്താണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അടിയന്തരാവസ്ഥയല്ലേ, നിങ്ങളൊന്ന് മാറണം, ഞാൻ പ്രതിഷേധിച്ചോട്ട്. അതൊരു വിചിത്രമായ മറുപടി. അതായത് SFI പ്രവർത്തകനാണ്, അദ്ദേഹം സംഭാരം കൊടുത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്താൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ ആ തൈക്കാട് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്ന് പോലീസ് മാറ്റിയതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് സംഭാരം നൽകി ഗവർണർ 2 മണിക്കൂർ കൊല്ലത്ത് ഇരുന്നതല്ലേ, വെയിൽ കൊണ്ടതല്ലേ, അതുകൊണ്ട് സംഭാരം കൊടുത്തുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് SFI കടന്നിരിക്കുന്നു. പക്ഷേ പോലീസുകാർ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. അടിയന്തരാവസ്ഥയാണോ എന്നുള്ള ചോദ്യം SFI പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്കാര്യത്തിൽ ചോദിക്കാനുള്ളത്, സംസ്ഥാനം ഭരിക്കുന്നത് LDF സർക്കാരാണ് എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്. പോലീസ് അദ്ദേഹത്തെ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം SFIയുടെ ഒരു ജില്ലാ നേതാവാണെന്നുള്ള കാര്യം വിവരം പുറത്തു വരുന്നത്. ഏതായാലും തൈക്കാട് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് കാര്യമായ സുരക്ഷ, അത് ആ റോഡുകൾ, അതായത് കമ്മീഷൻ ഓഫീസ് വരെയുള്ള റോഡുകൾ കേന്ദ്രീകരിച്ച് കാര്യമായ സുരക്ഷ പോലീസ് ഒരുക്കുന്നു. കാരണം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ CRPFന്റെ ഇസ്രപ്ലസ് സുരക്ഷ എന്നുള്ള വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തലയിൽ ഒരു ഇടിത്തിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം കേരള പോലീസിന് സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ SFI പ്രവർത്തകനെയും ഈ പരിസരത്ത് നിന്ന്, അതായത് ഈ ഒരു 500 മീറ്റർ റോഡിന്റെ പരിസരത്ത് നിന്ന് മാറ്റുകയാണ് അദ്ദേഹവുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റുന്നുണ്ട്. തിരുവനന്തപുരത്തടക്കം SFIയുടെ പ്രതിഷേധമുണ്ടാകുമ്പോൾ മുന്നോട്ട് തന്നെ പോകണം. പ്രതിഷേധമായിട്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങൾ നേരത്തെ സംസ്ഥാന നേതൃത്വങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധമായി SFI മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതിൽ സംഭാരവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഗവർണർ 2 നേരം നിലവിലിരിക്കുന്നല്ലോ. അപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ലതാണ് ഈ സംഭാരം. അപ്പം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അദ്ദേഹം സംഭാരം കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് SFI തീരുമാനിച്ചത്. ഏതായാലും SFI പ്രവർത്തകനെ ഈ പരിസരത്ത് നിന്ന്, ഈ റോഡിന്റെ ഭാഗത്ത് നിന്നേ മാറ്റി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് ഇടപെട്ട് മാറ്റുകയാണ്. മനീഷ്, നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇതാണ് ഈ തൈക്കാട് ഈ പ്രധാനപ്പെട്ട റോഡ്, അതായത് ഗവർണർ വരേണ്ട, രാജ്ഭവനിൽ നിന്ന് ഗവർണർ വരേണ്ട തൈക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അവിടെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയമുള്ളത്, കമ്മീഷണർ ഓഫീസ് ഉള്ളത്. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡ്, അവിടെ ഏതാണ്ട് ഒരു 700-800 മീറ്റർ അപ്പുറത്താണ് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസ്. അവിടം വരെയുള്ള റോഡുകളിൽ പൂർണ്ണമായും പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. അവിടെ ആളുകളെ കൂട്ടം കൂടി നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ആളുകളെ അടക്കം അവിടെ നിന്ന് ഒഴിവാക്കുന്നു. SFI പ്രവർത്തകർ അവരവരുടെ നിലപാട് വ്യക്തമാക്കി. എന്ത് വന്നാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമുണ്ടാകും. അത് ഈ സംഭാരം കൊടുത്തുള്ള പ്രതിഷേധത്തിനപ്പുറത്തേക്ക് കരിങ്കൊടി പ്രതിഷേധമുണ്ടാകും, മുദ്രാവാക്യം വിളി ഉണ്ടാകും. SFI അവരുടെ നിലപാട് അക്കാര്യത്തിൽ വ്യക്തമായി തന്നെ പറയുകയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തും പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം SFIയും പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസാണ് ഇതിലേറ്റവും ഈ ക്രൂഷ്യലായ ഒരു തലവേദന അനുഭവിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരും അതേ നിലപാട് തന്നെയാണ്. ഗവർണർക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. മന്ത്രിമാരും മുഖ്യമന്ത്രിയോട് ഇന്ന് ഈ ഗവർണർ കൊല്ലത്ത് നിന്ന് പ്രതിഷേധിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നടുറോഡിൽ ഇരിക്കുകയാണ് ഗവർണർ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ അതിലെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. മുഖ്യമന്ത്രി ഒരു ശബ്ദമുണ്ടാക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് കാറിൽ കയറി പോകുന്ന കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടന
ചുമതലയുടെ തലവനായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള ഗവർണറും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ സർക്കാരും തമ്മിൽ വലിയ തരത്തിലുള്ള പോര് നടക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ആ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നതിനിടെ പല വിധത്തിലുള്ള പ്രതിഷേധം നമ്മളൊന്നും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധമാണ്. സംസ്ഥാനത്ത് ഒരു ഗവർണറും സംസ്ഥാന സർക്കാരിനെ അതല്ലെങ്കിൽ സംസ്ഥാന പോലീസിനെ ശരി, ഷഫീദ് റാവുത്തർ തുടരുക. നമുക്ക് അരുൺ രാജിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. അരുൺ രാജ്, രാവിലെ നടന്നത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം. 2 മണിക്കൂർ സംസ്ഥാനത്തിന്റെ ഗവർണർ പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ആ പ്രതിഷേധ സമയത്ത് തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അടക്കമുള്ള കേന്ദ്രങ്ങളിലൊക്കെ വിളിച്ച് ഈ കാര്യം പറയുന്നു. അതിനുശേഷം Z കാറ്റഗറി സുരക്ഷ വരുന്നു. അവിടെ ആ പ്രതിഷേധത്തിന് ശേഷം ചില ആരോപണങ്ങളും ഗവർണർ ഉന്നയിച്ചിരുന്നല്ലോ. അതായത് കാറിൽ ഇടിച്ചു SFI പ്രവർത്തകർ എന്ന മട്ടിലൊക്കെ. ഇപ്പോൾ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ്? ക്രിസ്റ്റീന, നാടകീയമായ രംഗങ്ങൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് കൊല്ലം നിലമേൽ സംഭവിച്ചത്. രാവിലെ 10:40 നിലമേലിലെത്തിയ ഗവർണർക്ക് നേരെ SFIയുടെ പ്രതിഷേധമുണ്ടാകുന്നത്. റോഡരികിൽ നിന്നാണ് SFI പ്രതിഷേധിച്ചത്. പക്ഷേ ഈ പ്രതിഷേധം കണ്ട് വാഹനം നിർത്തിയ ഗവർണർ പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ പ്രതിഷേധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു, ഈ ബാനറുകൾ എടുത്ത് മാറ്റണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും ഈ പ്രതിഷേധം തുടർന്നാണ് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. പക്ഷേ ഇതേക്കുറിച്ച് ഗവർണർ പറഞ്ഞത് തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ എത്തിയപ്പോൾ മാത്രമാണ് താൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതെന്നാണ്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പുറത്തിറങ്ങിയ ഗവർണർ പിന്നീട് നിലമേലിൽ ഒരു കടയ്ക്ക് മുമ്പിൽ ഇരുപ്പുറപ്പിക്കുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം ആദ്യം വിളിച്ചത്. തുടർന്ന് അദ്ദേഹത്തെ കിട്ടാത്തതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ചു. ഈ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് വിശദീകരിക്കുകയും ചെയ്തു. പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനോടും ഈ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടിയത്. ഇക്കാര്യങ്ങളിൽ മായി ബന്ധപ്പെട്ട പ്രതികളുടെ FIR ഇടുന്നതുവരെ താൻ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഈ സ്ഥലത്ത് നിന്നും പിന്മാറില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. ഇതിനിടയിൽ DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹവുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടെങ്കിലും ഒരു തരത്തിലും അദ്ദേഹം സംയമനത്തിനോ അല്ലെങ്കിൽ പിന്മാറാനോ കൂട്ടാക്കിയില്ല. DIG അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഈ വിഷയത്തിൽ പിന്മാറണം, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഒരു തരത്തിലും അദ്ദേഹം പിന്മാറിയില്ല. ഒടുവിൽ ഈ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു ചെയ്തത്. IPC സെക്ഷൻ 124 പ്രകാരം ഈ പ്രതികൾക്കെതിരെ കേസെടുക്കുകയും അത് സാധാരണ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഗവർണറെ അതുപോലെ തന്നെ രാഷ്ട്രപതി ഈ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർക്ക് നേരെ ഒരു വധശ്രമം അല്ലെങ്കിൽ അത്തരത്തിലൊരു അറ്റാക്കിംഗ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസ് പോലും ഇന്ന് നിലമേൽ പ്രതികൾക്ക് ഈ പ്രതിഷേധിച്ചവർക്ക് നേരെ ഇടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ രാജ്ഭവനും ഗവർണറും നിർദ്ദേശിച്ച പ്രകാരം അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ ആക്കം കൃത്യമായി ഉൾക്കൊള്ളുന്ന രീതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഒടുവിലാണ് ഈ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചത്. ആ പരിപാടിയിൽ എത്തിയപ്പോഴും അദ്ദേഹം ഈ വിമർശനം തുടരുന്ന കാഴ്ച കണ്ടു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൂലിപ്പട്ടാളമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്, ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ ആളെ വിടുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന അടക്കമുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും ഇന്ന് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായി. മുഖ്യമന്ത്രിയാണ് ഈ വഴി പോകുന്നതെങ്കിൽ പോലീസ് ഈ സുരക്ഷയല്ല അവിടെ ഒരുക്കേണ്ടിയിരുന്നത്, ഈ സുരക്ഷ ആണ് ഒരുക്കുന്നത് എന്ന ചോദ്യം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. 17 SFIക്കാരെ നിയന്ത്രിക്കാൻ കേവലം വിരലുണ്ടാവുന്ന പോലീസുകാർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നായിരുന്നു ഗവർണറുടെ വിമർശനം. അങ്ങനെ ഈ കൊണ്ടും കൊടുത്തും ഗവർണർ മുന്നേറുകയാണ്. ഇന്ന് ഈ കൊല്ലത്തെത്തിയപ്പോൾ തന്നെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലീസിന് ഇതിനെ കാഴ്ചക്കാരായി നിൽക്കേണ്ട ഗതികേട് മാത്രമാണെന്ന വിമർശനം കൂടി ഇന്ന് ഗവർണർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സീറ്റ് ധാരണ. കോൺഗ്രസിന് 11 സീറ്റുകൾ നൽകാനാണ് തീരുമാനം. 7 സീറ്റിൽ RLD മത്സരിക്കും. തീരുമാനത്തിൽ കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകത്തിന് അതൃപ്തി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, സീറ്റ് കാര്യത്തിൽ ഒരു ധാരണയെത്തി, പക്ഷേ അതിൽ ഒരു അതൃപ്തിയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, അഖിലേഷ് യാദവ് അല്പസമയം മുമ്പാണ് ഉത്തർപ്രദേശിലെ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് ധാരണ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. 11 സീറ്റുകൾ കോൺഗ്രസിന് നൽകാനും 7 സീറ്റുകൾ RLDക്ക് നൽകാനും തീരുമാനമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് ഘടകം ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി തന്നെ അറിയിച്ചിരിക്കുന്നു. 20 സീറ്റിന് മുകളിൽ വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന് ഉത്തർപ്രദേശിൽ ഉള്ളത്. എന്നാൽ അത് വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന നിലപാടിൽ തന്നെയാണ് അഖിലേഷ് യാദവ് ഉള്ളത്. നേരത്തെ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകളുടെ ഘട്ടത്തിൽ തന്നെ ആ ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയെ പാടെ താഴെ
തിരുവനന്തപുരത്ത് SFIയുടെ ഒരു വേറിട്ട പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സംഹാരവുമായി ഗവർണർക്ക് റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ച ഗവർണർക്ക് സംഭാരം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരമായിരുന്നു SFI അവിടെ ആസൂത്രണം ചെയ്തത്. എന്നാൽ ആ സമരത്തിലെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത്. സലീം മാലിക്, രാവിലെ 2 മണിക്കൂർ റോഡരികിൽ കസേരയിട്ടിരുന്ന പ്രതിഷേധിച്ച ഗവർണർക്ക് സംഭാരം നൽകിയുള്ള ഒരു മറുപ്രതിഷേധം SFI ആസൂത്രണം ചെയ്തു. അതിനായി എത്തിയവരെ അവിടെ നിന്ന് നീക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലേ സംഭവിക്കുന്നത്? സലീം മാലിക്കാണ് ചേരുന്നത്. സലീം മാലിക്, അവിടെ പ്രതിഷേധത്തിനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് മാറ്റുന്നു. ഗവർണറുടെ വാഹനങ്ങളാണോ ഇപ്പോൾ കടന്നുപോയത്? ക്രിസ്റ്റീന, ഗവർണറുടെ വാഹനം ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് കടന്നുപോയി. പക്ഷേ പോലീസ് കിലോമീറ്ററുകളോളം കോട്ട കെട്ടിക്കാത്തിട്ടും SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ അതിജീവിക്കാൻ ഗവർണർക്കായില്ല. ഗവർണർ പോയ വഴിയിൽ പ്രവർത്തകർ ആ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ കരിങ്കൊടി പ്രതിഷേധം കാണിച്ച സമരവീര്യം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഈ കിലോമീറ്ററുകളോളം പോലീസ് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള പരിസരത്ത് നിന്ന് ഏറെക്കുറെ 1 കിലോമീറ്ററോളം പരിസരത്ത് പോലീസിന്റെ കോട്ട കെട്ടിക്കാത്തതാണ്. SFI പ്രവർത്തകർ ഇവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചതാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. പക്ഷേ പോലീസ് ജീപ്പിൽ നിന്ന് പോലും SFIയുടെ സമരവീര്യം, ആ സമരവീര്യം കരിങ്കൊടി പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഗവർണർക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്കും എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. SFI സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ആദ്യം വെയിലേറ്റ് തളർന്ന നിലമേലിൽ നിന്ന് വെയിലേറ്റ് തളർന്ന ഗവർണർക്ക് സംഭാരം കൊടുത്ത് തിരുവനന്തപുരത്ത് സ്വീകരിക്കും എന്നുള്ളതായിരുന്നു പ്രതിഷേധം. അങ്ങനെ ഓരോ സ്ഥലത്തായി മാറി മാറി നിന്ന് SFI പ്രവർത്തകരെ പോലീസ് വന്ന് രഹസ്യമായി വന്ന് അറസ്റ്റ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ആ നിലയിലുള്ള ഒരു പോലീസ് എത്രയും പെട്ടെന്ന് ഗവർണർ എത്തുന്നതിന് മുൻപ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ അത് വിജയിച്ചില്ല. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഗവർണർ എത്തുമ്പോൾ ഒരു പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാൻ പോലീസ് നടത്തിയ ശ്രമം വിജയിക്കാത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ വിവിധ സ്ഥലങ്ങളിലായി കൂട്ടം കൂടി നിന്ന പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ആ നിലയിൽ പ്രവർത്തകർ വലിയ തരത്തിലുള്ള ഒരു സമരം ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലുമായി SFI പ്രവർത്തകർ മാറി മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷിയായത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇത് ഇന്ന് രാവിലെ തുടങ്ങിയതല്ല, ഒരർത്ഥത്തിൽ അത് വളരെ നേരത്തെ തന്നെ SFI ഗവർണർക്കെതിരായ സമരവുമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി ആ സമരം മറ്റൊരു തലത്തിലേക്ക് വീണ്ടും മാറുന്നത് കണ്ടതാണ്. നേരത്തെ തിരുവനന്തപുരത്ത് 1 മാസം മുൻപ് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിച്ചതിന് സമാനമായി ഗവർണർ ഇന്നും SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ പുറത്തിറങ്ങി. അതിനുശേഷം മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഒരു ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഒരാൾ അങ്ങനെ പ്രതിഷേധിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് ഗവർണർ എത്തിയത്. ഗവർണർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും ആ പ്രതിഷേധം ഒരല്പം പോലും ക്ഷമിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പ്രവർത്തകരെ തുടരുക. നമുക്ക് ഷഫീദ് റാവുത്തറിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഷഫീദ്, അവിടെ ഗവർണർക്ക് സംഭാരം നൽകി പ്രതിഷേധിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അവിടുന്ന് നീക്കം ചെയ്യുന്നു. എന്നാൽ ഇത്രയധികം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടും വളരെ മുൻപ് തന്നെ പോലീസ് വാഹനങ്ങൾ അവിടെ എത്തിയിട്ടും പ്രതിഷേധം നടന്നു. ഗവർണറുടെ വാഹനം കടന്നു പോവുകയും ചെയ്തു. ക്രിസ്ത്യന, SFI അവരുടെ സമരവീര്യം പുറത്തു കാട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് പോലീസ് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തും SFI പ്രതിഷേധിച്ചു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരത്ത് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും മുൻപ് ഗവർണറുടെ വാഹനത്തിന് നേരെ SFI പതാക വീശിയ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് നീക്കുന്നതാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ 2 മണിക്കൂർ റോഡിൽ നിന്ന് ഗവർണർക്ക് സംഭാരം നൽകി സ്വീകരിക്കുന്നതടക്കം പറഞ്ഞ് SFI ഇവിടെ തന്നെ തുടർന്നിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. ഈ റോഡ് മുഴുവൻ വലിയ തരത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടും പ്രവർത്തകരെ ഗവർണറുടെ വാഹനം എത്തും മുൻപ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടും ഏതെങ്കിലും തരത്തിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല. SFI പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നു, കേന്ദ്രസേന അടക്കം വന്നാലും ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം തുടരും
അത് ഈ രീതിയിൽ തന്നെ തുടരും, അതിന്റെ ശക്തി ചോരില്ല എന്നുള്ള കാര്യം SFI എടുത്തു പറയുന്നുണ്ട്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ തൈക്കാട് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഗവർണർ വരും മുൻപ് തന്നെ ഇവിടെ SFI പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം അടക്കം വിന്യസിച്ചിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഭേദിച്ച് ഒന്നോ രണ്ടോ പ്രവർത്തകർക്കെങ്കിലും ഗവർണർക്ക് നേരെ അങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് SFI പറയുന്നത്. SFI എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഗവർണർ കേന്ദ്ര സംഘങ്ങളെ കൊണ്ടുവന്ന് വിരട്ടിയാലും SFI ഈ സമര രീതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി SFI ഇതുകൊണ്ട് അടിവരയിടുന്നുണ്ട്. ഏതായാലും ഗവർണർ അല്പസമയത്തുള്ളിൽ തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ പരിപാടിയിൽ സംസാരിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഉണ്ടാകും. സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പുതിയൊരു അപ്ഡേഷൻ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾ മുതൽ CRPF ആയിരിക്കും ഗവർണറുടെ യാത്രയ്ക്കും സംസ്ഥാനത്തെ ഗവർണറുടെ നീക്കങ്ങൾക്കും സുരക്ഷ നൽകുക. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ച് അവരുടെ വീഴ്ച എന്ന രീതിയിൽ സ്വാഭാവികമായും വഞ്ചൂർ ഏരിയ പ്രസിഡന്റാണ് ഇപ്പോൾ ഇവിടെ SFIയുടെ വഞ്ചൂർ ഏരിയ പ്രസിഡന്റാണ് ഇവിടെ സമരം നടത്തി അല്പം മുൻപ് അറസ്റ്റിലായി പോയ ആൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് SFI ആവർത്തിച്ച് പറയുന്നുണ്ട്. കൊല്ലത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊല്ലത്ത് തന്റെ വാഹനത്തിൽ ഹിറ്റ് ചെയ്തു, വാഹനത്തിൽ അടിച്ചു എന്ന് ഗവർണർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ SFI പ്രവർത്തകർ പിന്നീട് ആ ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞത് ജനാധിപത്യ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധം SFI നടത്തി. അതിൽ എന്തിനാണ് ഗവർണർ ഇത്ര വികാരം കൊള്ളുന്നത് എന്നുള്ളതായിരുന്നു SFIയുടെ ചോദ്യം. പക്ഷേ ഗവർണർ അക്കാര്യത്തിൽ തിരികെ പറഞ്ഞ മറുപടി, സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് ഈ രീതിയിൽ ഇങ്ങനെ സുരക്ഷ ഒരുക്കുകയാണോ പോലീസ് ചെയ്യുന്നത്? മുഖ്യമന്ത്രി നവകേരള സദസ്സിന് പോകുന്നത് നമ്മൾ കണ്ടില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രതിഷേധത്തിന് ഈ രീതിയിലാണോ സുരക്ഷ ഒരുക്കിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ക്ഷുഭിതനായി ഗവർണർ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ പോലും സ്വാഭാവികമായും ഇന്ന് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേകിച്ച് ഈ CRPFന്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ച ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ SFI പ്രതിഷേധത്തിന് മയം കുറയും, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൽ നിന്ന് ഒരുപക്ഷെ അവർ വിട്ടുനിൽക്കുമെന്നടക്കമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇനി ആ സർക്കാർ പ്രഖ്യാപിച്ച അതേ നിലപാട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞ ഗവർണറുടെ ഷോ സർക്കാരിന് മുൻപിൽ വേണ്ട എന്ന് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. അതേ നിലപാട് തന്നെ SFI തന്നെ ഉറച്ചു നിൽക്കുന്നു. അവരുടെ സമരത്തിന്റെ അവരുടെ ഒരു മെറിറ്റ്, അല്ലെങ്കിൽ സമരം അവർ സമരത്തിലേക്ക് എത്താനുള്ളൊരു കാരണം, അത് സർവകലാശാലകളിൽ ചാൻസലർ ഇടപെട്ടുകൊണ്ട് സംഘപരിവാർ ആശയങ്ങൾ കുത്തിനിറയ്ക്കുന്നു, അവിടെ ആ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് SFIയുടെ ആക്ഷേപം. അതിൽ പ്രതിഷേധിച്ചാണ് SFI സമരം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയായിരുന്നു ആ സമരത്തിന്റെ ഏറ്റവും പ്രധാന വിവാദമായ തുടക്കം എന്ന് പറയാൻ കാരണം, തിരുവനന്തപുരത്ത് എയർപോർട്ടിലേക്ക് ഗവർണർ പോകും വഴിയാണ് കഴിഞ്ഞ മാസം SFI പ്രവർത്തകർ ഗവർണറുടെ വണ്ടി തടഞ്ഞ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് വലിയ വിവാദമായി. അന്നു മുതലാണ് സംസ്ഥാനത്ത് തനിക്ക് യാത്ര ചെയ്യാൻ സുരക്ഷയില്ല എന്ന ആക്ഷേപം ഗവർണർ ഉയർത്തിയത്. അതിനൊടുവിൽ ഇന്ന് വീണ്ടും കൊല്ലത്ത് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കൊല്ലത്ത് പ്രതിഷേധത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിയോടും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും അടക്കം ഗവർണർ തന്റെ വിയോജിപ്പും തനിക്ക് സുരക്ഷയില്ല, മതിയായ സുരക്ഷ സംസ്ഥാനത്തില്ല എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് CRPF ഇസർപ്ലസ് സുരക്ഷ ഒരുക്കുമെന്ന് രാജ്ഭവനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ആ തരത്തിലുള്ള വിവാദങ്ങൾ പോകുന്നതിനിടെ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തവേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് തൊട്ടപ്പുറത്തായിരുന്നു ഈ പ്രതിഷേധം നടന്നതിന്റെ. അവിടെ വെച്ച് SFIയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഷിഫേദ്, അതുപോലെ തന്നെ ഈ തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ ഔദ്യോഗിക പരിപാടിയിൽ ഗവർണർ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ക്രിസ്ത്യൻ, ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളിൽ തലസ്ഥാനത്ത് എത്തിയ ശേഷം ചില കാര്യങ്ങൾ കൂടി പറയും എന്ന് ഗവർണർ കൊല്ലത്ത് വെച്ച് തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഗവർണറുടെ പ്രതികരണം ഉണ്ടാകാം. ഇന്ന് ഇതിനുശേഷം ഗവർണർക്ക് മറ്റൊരു പൊതുപരിപാടി ഉണ്ട്. അത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഗവർണർ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയും ചെയ്യും. സ്വാഭാവികമായും ഗവർണർ ഡൽഹിയിലേക്ക് പോയി ഒരുപക്ഷെ നേരിൽ കണ്ടടക്കം ചില നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു രീതിയാണ് ഗവർണർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൊല്ലത്തെ ഈ പ്രതിഷേധം നടന്ന അതിൽ FIR എടുക്കാൻ വേണ്ടി ഏതാണ്ട് 1.5 മണിക്കൂറിലധികം കാത്തിരുന്ന ഗവർണർ ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ഈ FIR അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ്. അതിനുശേഷം പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കെത്തി ഗവർണർ അടച്ചിട്ട മുറിയിൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചിരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ ഗവർണർ നടത്തി. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് രാജ്ഭവന്റെ അവരുടെ ഒരു ട്വീറ്റ് വരുന്നു. അതിൽ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഗവർണർക്കും ഗവർണറുടെ യാത്രകൾക്കും രാജ്ഭവനും അടക്കം ഇനി മുതൽ CRPF സുരക്ഷയായിരിക്കും. അക്കാര്യം CRPF ഇസർപ്ലസ് സുരക്ഷയായിരിക്കും. അക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അല്പസമയം നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഏതാണ്ട് ഒരു 600-700 മീറ്ററിനപ്പുറത്തായിരുന്നു, ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് 800 മീറ്റർ അപ്പുറത്തായിരുന്നു
ഈ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. വലിയ സുരക്ഷാ വലയം, പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് SFI ഒരു പ്രതിഷേധം തിരുവനന്തപുരത്തും നടത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും LDFും CPMും SFIയും ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെയുള്ള നിലപാട് അങ്ങേയറ്റം കടുപ്പിക്കുകയാണ്. ഇനി ഗവർണറുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല, സന്ധിയില്ലാ സമരം തുടരാം. അത് ഈ ഗവർണറുടെ കാലാവധി കഴിയും വരെ ആ സന്ധിയില്ലാ സമരം തുടരും. അത് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമോ, ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കുമോ, ഭരണഘടനാപരമായ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതികളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശ്രദ്ധേയം. ക്രിസ്ത്യൻ, നമുക്ക് ഈ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചാൽ, ഈ കൊല്ലത്ത് ഗവർണറുടെ ഏറ്റവും വലിയ പരാതി മതിയായ പോലീസ് സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ആ സ്ഥിതി മാറുന്നു. വലിയ സുരക്ഷ ഗവർണർക്ക് വേണ്ടി ഈ തൈക്കാട് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് പോലീസ് ഒരുക്കിയിരുന്നു. അതായത് കമ്മീഷണറുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവർണറുടെ ഒരു പരാതി കൊല്ലത്ത് വെച്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് പറഞ്ഞത് കണ്ടതാണ്. ഞാൻ എന്ത് സുരക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ എന്റെ പരിപാടികൾക്ക് പോകേണ്ടത്, യാത്ര ചെയ്യേണ്ടത് എന്ന് ഗവർണർ ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായും ഗവർണറുടെ ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി അഡ്രസ് ചെയ്യും. കാരണം അതല്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായും നയപരമായും ഒട്ടൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് ഈ തൈക്കാട് ഗസ്റ്റ് ഹൌസിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. ഇവിടെ നിന്നും വീണ്ടും ഒരു 400 മീറ്റർ കടന്നിട്ട് വേണം ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടെ അടക്കം വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനം പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷെ എന്നിട്ടും SFIയുടെ പ്രതിഷേധമുണ്ടായി എന്നുള്ളത് SFIയെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന പ്രതിഷേധ ചൂട് അത് ഏത് വിധത്തിലും അവർ അത് മുന്നോട്ട് കൊണ്ടുപോകും. അത് ഗവർണർക്ക് പൊള്ളലേൽക്കുമെങ്കിൽ ഇനിയും പൊള്ളലേൽക്കട്ടെ, ഗവർണറുടെ വിരട്ടലൊന്നും ഞങ്ങളടുത്ത് വേണ്ട, കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സംഘങ്ങളെ കൊണ്ടുവന്നാലും കേന്ദ്ര സുരക്ഷ ഒരുക്കിയാലും ആ പ്രതിഷേധം തുടരുമെന്ന് SFI പറയുമ്പോൾ ഗവർണർ ആകട്ടെ സംസ്ഥാന സർക്കാരിനെ ഒന്ന് ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന പോലീസാണ് ഇതുവരെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ കൊല്ലത്തെ പ്രതിഷേധം കഴിഞ്ഞ് ഗവർണർ നടുറോഡിൽ കുത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 1.5 മണിക്കൂറിലധികം സമയം ഗവർണർ കുത്തിയിരുന്നത് വെറുതെ ഒന്നുമായിരിക്കില്ല. കൃത്യമായിട്ടുള്ള മനധാരണ ഗവർണറെ സംബന്ധിച്ച് മനസ്സിൽ ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ കുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി അടക്കം ഈ വിഷയം അറിയിപ്പിക്കുന്നു. അങ്ങനെ CRPF ഇസ്തർ പ്ലസ് സുരക്ഷ തനിക്ക് സംസ്ഥാനത്ത് ഗവർണർ കൊണ്ടുവരുമ്പോൾ ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ സന്ദേശം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്. ഇനിയിപ്പോൾ കാര്യങ്ങൾ ആ വിധത്തിൽ തന്നെ ആകാം, നേർക്കുനേർ നിന്ന് തന്നെ ആകാം. വിട്ടുവീഴ്ച, സംസ്ഥാന സർക്കാരിന് വിട്ടുവീഴ്ചയില്ലെങ്കിൽ ഇനി തന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള അനുനയ നീക്കവുമില്ല. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി താൻ ചെയ്യും. അതിനപ്പുറം സർക്കാരുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനുമില്ല. നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് എന്റെ സർക്കാർ എന്ന് അഭിസംബോധന ചെയ്യാതിരുന്ന ഗവർണറെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തന്റെ സർക്കാരല്ല എന്ന് ഗവർണർ ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട് ഈ നീക്കത്തിലൂടെ. മാത്രമല്ല സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ഗവർണർക്ക്, അതായത് സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള ഗവർണർക്ക് സംസ്ഥാനത്ത് സുരക്ഷ ഒരുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന്റെ മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ മാത്രമല്ല, സർക്കാരിന്റെ ആകെ വീഴ്ചയായി ദേശീയ തലത്തിലടക്കം കാട്ടുക എന്നുള്ളതായിരുന്നു ഗവർണർ ലക്ഷ്യം വെച്ചത്. അത് ഏതാണ്ട് ഫലം കണ്ടു. അങ്ങനെയാണ് കേന്ദ്ര സുരക്ഷ ഗവർണർക്ക് ഒരുക്കുന്നത്. SFI തിരുവനന്തപുരത്ത് നടത്തിയ ആദ്യ പ്രതിഷേധത്തിന് ശേഷം തന്നെ ഗവർണർ അക്കാര്യം പല വിധത്തിൽ പല വിയോജിപ്പുകൾ അറിയിച്ചതാണ്. ആ വിയോജിപ്പുകൾക്കൊടുവിൽ സംസ്ഥാനത്ത് ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ CRPF ഇസ്തർ പ്ലസ് സുരക്ഷയൊരുക്കാൻ സംഘം എത്തുകയാണ്. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും. അതേപോലെ തന്നെ അത് സർക്കാരിനെ സംബന്ധിച്ചും തിരിച്ചടിയാണ്. ഇനി ഈ പോര് ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ പൊതുപരിപാടിയിൽ ഗവർണർ എന്തെങ്കിലും പറയുമോ, അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഗവർണർ എന്തെങ്കിലും പറയുമോ, ഗവർണറുടെ മനസ്സിൽ ഇനി അവശേഷിക്കുന്നത് എന്ത്? കാരണം ഇന്നലെ ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഒക്കെ വിട്ടുനിന്നപ്പോൾ തന്നെ രാജ്ഭവൻ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗം അതല്ലെങ്കിൽ അതിന് പിന്നാലെയാണ് കൊല്ലത്ത് SFI പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാലക്കാട് SFI പ്രതിഷേധം. അന്നേ ഗവർണർ മനസ്സിൽ കുറിച്ചിരുന്നു ചില കാര്യങ്ങൾ. അത് നയപ്രഖ്യാപന പ്രസംഗ വേദിയിൽ നമ്മൾ കണ്ടതാണ്, നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. നയപ്രഖ്യാപന പ്രസംഗം അവസാന ഭാഗത്തിലേക്ക് ഒതുക്കി, അല്ലെങ്കിൽ അവസാന ഭാഗം മാത്രം വായിച്ച് പരസ്യമായി ഈ നിയമനിർമ്മാണം നടക്കുന്ന സഭയിൽ തന്നെ ഗവർണർ തന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ മാത്രം താൻ നിറവേറ്റും, ഇനി സർക്കാരുമായി സന്ധിയില്ല, സർക്കാരിനോട് യോജിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. പലവിധ വിഷയങ്ങൾ നമുക്കറിയാം. ചാൻസലർ വിവാദമടക്കം ഈ സർവകലാശാല ബില്ലടക്കമുള്ള പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഗവർണർ സർക്കാരിനോട് കാണിക്കുന്ന വിയോജിപ്പ്, തിരിച്ച് സർക്കാർ ഗവർണറോട് കാണിക്കുന്ന വിയോജിപ്പ്, ഒടുവിൽ ആ ബില്ലുകളുമായി സംബന്ധിച്ച വിഷയം സുപ്രീം കോടതി കയറിയത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി കണക്കറ്റ് ഗവർണറെ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തിരിച്ച് മുഖ്യമന്ത്രിയെ വളരെ കടുപ്പമുള്ള ഭാഷയിൽ ഗവർണറും തിരിച്ച് വിമർശിച്ചതാണ്. നവകേരള സദസ്സ് നടക്കുമ്പോൾ മന്ത്രിമാർ ഒന്നടങ്കം ഗവർണർക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയതാണ്. അതിന്റെയൊക്കെ പര്യവസാനം ഈ രീതിയിൽ
ഡൽഹിയിലേക്ക് എത്തി. നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നിസ്സഹകരണം നമ്മൾ കണ്ടു. ശേഷം CPM കുറച്ച് മയപ്പെടുത്താമെന്ന് കരുതിയതാണ്. അതിനിടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യമന്ത്രിയും ഗവർണറും അടുത്തടുത്തിരുന്നിട്ടും ഒന്ന് മുഖം പോലും കൊടുക്കാത്ത അവസ്ഥ. അന്ന് വൈകിട്ട് അന്ന് ഉച്ചയോടുകൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീണ്ടും CPM നിലപാട് കടുപ്പിക്കുന്നുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഗവർണർ നിലവിട്ട് പെരുമാറിയെന്നായിരുന്നു അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം. അതിനുശേഷം ഗവർണറുടെ അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് സർക്കാർ ഒന്നാകെ വിട്ടുനിന്നു. ഒടുവിൽ ഇന്ന് രാവിലെ കൊല്ലത്തെ ഈ വിഷയമുണ്ടാകുന്നു. കൊല്ലത്ത് ഗവർണറെ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു, ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നു. 1.5 മണിക്കൂർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടു റോഡിൽ ഒരു ഗവർണർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ മുൻപിലേക്ക് എത്തുന്നു. ഉടൻ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഗവർണർക്ക് സംസ്ഥാനത്ത് Z+ കാറ്റഗറി സുരക്ഷ ഒരുക്കുന്നു. ഒടുവിൽ തലസ്ഥാനത്തേക്ക് വീണ്ടും മടങ്ങിയെത്തിയ ഗവർണർ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തൈക്കാട് ഗസ്റ്റ് ഹൌസിലേക്ക് വരുമ്പോൾ പോലീസ് വലിയ സുരക്ഷ ഒരുക്കി. പക്ഷേ പോലീസിന്റെ സുരക്ഷ അടക്കം മറികടന്നുകൊണ്ട് 2 പേരുടെയെങ്കിലും 2 SFI പ്രവർത്തകരുടെയെങ്കിലും പ്രതിഷേധം അത് കാണേണ്ട സാഹചര്യം ഗവർണർക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ അടിമുടി സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പോര് സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ ഗവർണറും തമ്മിൽ നടക്കുന്നു. ക്രിസ്ത്യന. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സലീം മാലിക് കൂടി ചേരുകയാണ്. സലീം, സംഭാര സമരം നടത്താനെത്തിയ SFI പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് നീക്കിയോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഗസ്റ്റ് ഹൗസിൽ ഗവർണറുടെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ക്രിസ്റ്റീന, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, നേരത്തെ ഷഫീദ് ഇവിടെ നിന്നൊരു 600 മീറ്റർ അകലെയുള്ള പോലീസ് വിന്യാസത്തെ കാണിച്ചിരുന്നു. അത് മതിയായ പോലീസ് സുരക്ഷയില്ലെന്ന രാവിലത്തെ ഗവർണറുടെ പരാതിക്ക് അങ്ങനെ ഒരു ആക്ഷേപം തിരുവനന്തപുരത്ത് കേൾക്കേണ്ടി വരില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് പോലീസ്. ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസ്, ഈ 600 മീറ്ററിന് അപ്പുറമല്ല, ഈ ഗസ്റ്റ് ഹൗസിന്റെ ചുറ്റുവട്ടത്തെ പോലീസ് സന്നാഹമാണിത്. തലസ്ഥാനത്ത് തന്നെ പരമാവധി പോലീസ് സന്നാഹത്തെ ഇവിടേക്ക് നിയോഗിച്ചുകൊണ്ട് അതിന്റെ മുൻപിൽ ഉൾപ്പെടെ, ആ ഗസ്റ്റ് ഹൗസിന്റെ മുൻപിൽ ഉൾപ്പെടെയുള്ള പരമാവധി പോലീസുകാരെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സുരക്ഷ ഒരുക്കിയെങ്കിലും SFIയുടെ പ്രതിഷേധം കാണാതെ പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഗവർണർ എത്തുന്നതിന് തൊട്ട് മുൻപ് SFI പ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞ 5 പ്രവർത്തകരെ, ഈ ഗസ്റ്റ് ഹൗസിന് മുൻപിൽ നിന്ന് 5 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയത് ചില തർക്കത്തിലേക്ക് വഴിവെച്ചിരുന്നു. വലിയ ബലപ്രയോഗത്തിലൂടെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റിയത്. പക്ഷേ ജീപ്പിലേക്ക് കയറുമ്പോഴേക്കും ഗവർണർ ഇവിടേക്ക് എത്തുന്നു. എത്തിയ ആ സമയത്ത് തന്നെ അവർ ഈ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. കയ്യിൽ കരുതിയിരുന്ന കരിങ്കൊടി വീശുന്നു. അങ്ങനെ ഗവർണർക്ക് ആ കരിങ്കൊടി പ്രതിഷേധം കാണാതെ ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഗവർണർ തിരുവനന്തപുരത്തും സാക്ഷിയായിരിക്കുന്നു. മാത്രമല്ല, ഇനി ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ മറ്റൊരു പൊതുപരിപാടി കൂടി 5 മണിക്ക് മസ്കറ്റ് ഹോട്ടലിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് 6:15 പുറത്തിറങ്ങി അതിനുശേഷം 6:30 എയർപോർട്ടിൽ എത്തും. അവിടെ നിന്ന് ഡൽഹിയിലേക്ക്. അങ്ങനെയാണ് ഗവർണർ നിലവിലുള്ള ഒരു പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ പരിപാടികൾ ഏത് നിലയിൽ, അത് പ്രതിഷേധം എങ്ങനെയാകും എന്നുള്ളത് കൂടി ഇനി കാണേണ്ടതുണ്ട്. കാരണം ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ഇനി ഇവിടെ അവശേഷിക്കുന്ന SFI പ്രവർത്തകരുണ്ടാകും. കാരണം SFI പ്രവർത്തകർ പുറത്തിറങ്ങുമ്പോഴും ആ നിലയിൽ ഒരു പ്രതിഷേധം. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കും ഷഫീദ് റാവുത്തറുമാണ്. കേരളത്തിൽ BJP വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. 10 സീറ്റാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നതെന്നും മോദിയുടെ ഉറപ്പ് സംസ്ഥാനത്ത് വിജയമുണ്ടാക്കുമെന്നും പ്രമോദ് സാവന്ത് 24നോട് പറഞ്ഞു. കേന്ദ്രത്തിന്റെ പണം വാങ്ങിയാണ് കേരളത്തിന്റെ പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. ഫണ്ട് നൽകുന്നില്ലെന്ന കേരളത്തിന്റെ ആരോപണം തെറ്റെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. So definitely we have the hope this time we will win more than 10 seat in the Kerala. That's the Modi ji's guarantee. लोग जानते हैं पूरे देश भर में मोदी जी ने जो बताया है वो किया है. इसलिए इस बार मोदी जी की गारंटी लेके हम लोगों के पास जा रहे हैं. लोग केरला के बहुत ही अच्छे हैं. They'll support 100% for the Modi ji and we will win more than 10 seat in Kerala. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് ദീപക് ധർമ്മടമാണ്. ദീപക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ സീറ്റുകൾ BJP നേടുമെന്ന ആത്മവിശ്വാസമാണല്ലോ ഇപ്പോൾ ഗോവ മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പദ്ധതികളുടെ കാര്യത്തിൽ കേരളം ക്രെഡിറ്റ് എടുക്കുന്നു, കേന്ദ്രം നൽകുന്ന പണം അത് കേന്ദ്രമാണ് നൽകുന്നതെന്ന് ജനങ്ങൾ അറിയുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ പദയാത്ര, കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര അല്പസമയത്തിനകം ഇവിടെ നിന്നും കാസർഗോഡ് നിന്നും പുറപ്പെടും. അതിനു മുൻപാണ് ഇന്ന് കാലത്ത് ഉദ്ഘാടകനായ പ്രമോദ് സാവന്ത്
ഗോവ മുഖ്യമന്ത്രി 24നോട് സംസാരിച്ചത്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJPയുടെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മോഡിയുടെ ഗ്യാരണ്ടിയിലാണ് ലോക ജാനത്തെ എന്നാണ് പറഞ്ഞത്. ലോകം തന്നെ മോഡിയുടെ ഉറപ്പിന് മുകളിൽ മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ കേരളത്തിൽ അത് പ്രതിഫലിക്കും, 10 സീറ്റ് കിട്ടും. അതൊക്കെ രാഷ്ട്രീയമായ പ്രത്യാശ പ്രകടനമാണ്. പക്ഷേ എന്നാൽ സർക്കാരിനെതിരെ, കേരള സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഗോവ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് കേന്ദ്രം പണം നൽകുന്നില്ല എന്നുള്ള അതിനെതിരെയുള്ള സമരത്തെക്കുറിച്ച് ഉൾപ്പെടെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് സംസ്ഥാനത്തിന് കൃത്യമായി പണം നൽകുന്നുണ്ട്, സംസ്ഥാനങ്ങൾക്കെല്ലാം പണം നൽകുന്നുണ്ട്, ഈ പണം വാങ്ങി കേരളത്തിൻ്റെ പേരിൽ ഉപയോഗിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം. അതായത് സംസ്ഥാനം കേന്ദ്രത്തിൽ ഡൽഹിയിൽ അടുത്ത മാസം സമരത്തിന് പോകുമ്പോൾ, ജനപ്രതിനിധികൾ സമരത്തിന് പോകുമ്പോൾ അതിന് എതിരായ രീതിയിലാണ് ഗോവ മുഖ്യമന്ത്രി, അതും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളുടെ കാര്യം പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പരിശോധിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, കേന്ദ്ര ഏജൻസികളുടെ കാര്യം ചോദിച്ചു. ആ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇലക്ഷൻ വെച്ചുകൊണ്ടോ മറ്റോ ആരെയും പിടികൂടാൻ ഒരു സംസ്ഥാനത്തും പോകുന്നില്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ഏതായാലും പ്രമോദ് സാവന്ത് കൃത്യമായ രാഷ്ട്രീയ ആരോപണമാണ്. മാത്രമല്ല ഒരു വേളയിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഇടതു സർക്കാരിനെ, LDF സർക്കാരിനെ വി വിൽ എക്സ്പോസ് എന്നാണ്. അതായത് BJP കേരളത്തിലെ ഇടതു സർക്കാരിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രമോദ് സാവന്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. പ്രമോദ് സാവന്ത് രാവിലെയാണ് 24ന് ഒരു പ്രത്യേക അഭിമുഖം, ഒരു ചെറു അഭിമുഖം നൽകിയത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം. കേരളത്തിന് രൂക്ഷമായ വിമർശനമാണ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉന്നയിച്ചിരിക്കുന്നത്. BJP വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാകും, 10ലേറെ സീറ്റുകൾ കേരളത്തിൽ ലക്ഷ്യമിടുന്നുവെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. വിവരങ്ങൾ നൽകിയത് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന്. ലൈവ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.